സൂര്യയുടെ മോസ്റ്റ് അവൈറ്റിംഗ് സിനിമയായ കങ്കോ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. ട്രെയിലറിനെ പറ്റി പറയുവാണെങ്കിൽ അടിപൊളിയാട്ടോ. ദൈവമേ, അണ്ണാത്തെ പോലത്തെ സിനിമകളൊക്കെ എടുത്ത ശിവ തന്നെയാണ് ഈ സിനിമയൊക്കെ എടുത്തതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ എന്തോ പോലെയാണ്. ശരിക്കും തന്നെ കിടുക്കി കളഞ്ഞിരിക്കുകയാണ്. പിന്നെ ബോബി ഡിയുടെ ഒടുക്കത്തെ വില്ലനസും. പിന്നെ സിനിമയുടെ ഫയർ സോങ് ഇറങ്ങിയ സമയത്ത് തന്നെ കുറേ പ്രൊഡക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. സിനിമയിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടുന്ന സീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കറക്റ്റായി. പിന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സിമം 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ മാത്രമേ ട്രൈബൽ സീൻസൊക്കെ എടുക്കുന്നുള്ളെന്ന്. പക്ഷേ ഈ ട്രെയിലർ ഫുള്ളും ട്രൈബൽ സീൻസാണ്. ചിലപ്പോൾ രണ്ടാമത്തെ ട്രെയിലറിൽ രണ്ടാമത്തെ സൂര്യ കാണിക്കുമായിരിക്കും. പിന്നെ സൂര്യയുടെ ദേഹത്തെല്ലാം നമ്മുടെ ബ്ലാക്ക് പാന്തറിനകത്ത് കാണിച്ചിട്ടുള്ള ആ ചെറിയ ചെറിയ ഡിസൈൻസ് എല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. ആർട്ട് വർക്ക് എൻ്റെ മോൻ, അവർക്കൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കേണ്ടി വരും. എന്തൊരു ക്രിയേഷൻ! സൂര്യ അണ്ണാ, എൻ്റെ മോനെ അടിപൊളി സാധനമാണ്. പിന്നെ സിനിമ ട്രെയിലറിനകത്ത് തന്നെ നമ്മുടെ ബോബി ഡിയോണും സൂര്യ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന കുറച്ച് സീൻസൊക്കെ ഉണ്ട്. ഇതിനകത്ത് സൂര്യ അണ്ണനെ ബോബി ഡിയോൺ ചവിട്ടി തെറിപ്പിക്കുന്ന സീൻസ് എല്ലാം ട്രെയിലർ തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ കുറേ ആനിമൽ സീൻസും സിനിമയുടെ ട്രെയിലറിനകത്ത് വരുന്നുണ്ട്. മുതല വരുന്നുണ്ട്, ആനേനെയും പുലീനെയും പിന്നെ പരുന്തിനെയും പിന്നെ പാമ്പിൻ്റെ അവർ അമ്പ് വിടുന്നില്ലേ. നോർമലായിട്ട് ഒരു പോയിസൺ വിഷം മുക്കിയ അമ്പായിരിക്കും വിടുന്നത്. പക്ഷെ ഇത് ഒരു വെറൈറ്റി പിടിച്ചിരിക്കുന്നത് ഡയറക്റ്റ് പാമ്പിനെയാണ് വെച്ചിട്ട്. പക്ഷെ ഇതെന്തുവാണ്? ബിസ്ക്കറ്റാ, ബ്രിട്ടാനിയ ബിസ്ക്കറ്റ്. പിന്നെ സിനിമയിൽ അത്യാവശ്യം ഇമോഷൻ രംഗങ്ങളും ഉണ്ട്. കങ്കു എന്ന ക്യാരക്ടർ അത്ര വലിയ ക്രൂരനാണെങ്കിൽ പോലും തൻ്റെ പ്രജകൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ താൻ ഉണ്ടാകും. കങ്കു എന്ന് പറഞ്ഞ ലീഡർ തന്നെ പുറകിൽ ഉണ്ടാകും എന്ന് തെളിയിക്കുന്നുണ്ട്. സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ മാസം 10-ാം തീയതിയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സിനിമയുടെ ട്രെയിലറിൽ കുതിരപ്പുറത്ത് വരുന്ന ഏറ്റവും അവസാനം വരുന്നില്ലേ ട്രെയിലറിൻ്റെ, അത് ചിലപ്പോൾ ആ ഗസ്റ്റ് റോളും ആയിരിക്കും. പിന്നെ കങ്കു എന്ന് പറയുന്ന ബീജം എന്തുകൊണ്ട് ട്രെയിലർ ഏറ്റവും അവസാനം കൊണ്ട് വെച്ച് അതെനിക്ക് മനസ്സിലാവാത്തത്. അതൊരു ഇമ്പാക്റ്റ് നൽകിയതായിരുന്നു. ഏറ്റവും അവസാനം കൊണ്ട് വെച്ച് അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് അടി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കുക.